നമസ്കാരം, ടൈം ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രൈംഫിന്റെ സ്പീഡ് 400-ൽ കുറച്ച് ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൽ 2 പാർട്ടായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഫസ്റ്റ് ഒരു സെറ്റ് നമുക്ക് ബാൻഡിഡോസിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അതിപ്പോൾ ഈ ബാൻഡോസിന്റെ ആ ഒരു ബർത്ത്ഡേ ബാഷ് സെയിലായതിൻ്റെ ഒരു തിരക്ക് കാരണം ഇതുവരെയും കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പതുക്കെ വരും. പിന്നെ രണ്ടാമത് പറഞ്ഞ ഓർഡർ ചെയ്തിരിക്കുന്നത് HTRZ മോഡ്സിന്റെ, ബാംഗ്ലൂരുള്ള HTRZ മോഡ്സിന്റെ ഒരു വിൻഡ് വൈസറും പിന്നെ ഒരു നമ്പർ പ്ലേറ്റിന്റെ ക്ലാമ്പുമാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വെഞ്ഞാറമൂട് പ്രൊഫഷണൽ കൊറിയറിന്റെ ഓഫീസിൽ വന്ന് ആ കൊറിയറും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടി. ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു ചേട്ടൻ തന്നെയാണ്. വെഞ്ഞാറമൂട് വാമനപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ്. അപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യണം. ആരിഷ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഒരു ഇതുള്ള വണ്ടികളെല്ലാം ചേട്ടൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. അപ്പം ഇനി നമുക്ക് ആ ഫിറ്റിങ്ങായി കാണാൻ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വിൻഡ് വൈസറും അതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പും വരുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്തായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്പർ പ്ലേറ്റ് ഇവിടെ നിന്ന് മാറ്റി നമ്മൾ താഴേക്ക് വെക്കും. ഈ വിൻഡ് വൈസർ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എത്രയാണ് വലിപ്പവും കാര്യങ്ങളൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതിലൂടെ കിറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അൺബോക്സ് ചെയ്യാം. ഐറ്റം മാത്രമല്ലേ ഉള്ളൂ. ക്ലാമ്പ്, നെറ്റ്, ബോൾട്ട് എല്ലാം. എൻ്റെ നെറ്റ്, ബോൾട്ട്, വാഷർ, എൻ്റെ ക്ലാമ്പല്ലേ, ഒരു ക്ലാമ്പല്ലേ ഉള്ളൂ. എൻ്റെ ഒറ്റ ക്ലാമ്പ്, വൈസർ പ്രോസസ്. ഇനി അതും കൂടെ അതിനകത്ത് ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് ചെറുതുണ്ട്, വലുതുണ്ട്. ചെറുതല്ല, ഇതിനകത്ത് ഈ ടിൻ്റ് എഫക്റ്റ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ട് ഉള്ളതുകൊണ്ട് ഈ ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. ഈ വരുന്ന ട്രൈംഫിൻ്റെ വൈസറിനെക്കാളും കുറച്ചും കൂടെ ഇത്രയും പൊക്കം വരില്ലേ. അപ്പോൾ നല്ലൊരു വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് മറ്റേ ടിൻഡഡ് വരണമാണല്ലേ? ടിൻഡഡ്. അപ്പോൾ നമ്മളെ സാധാരണ ട്രൈംഫിൻ്റെ വിൻഡ് വൈസർ വന്നിട്ട് കുറച്ച് പൊക്കേ ഉള്ളൂ. ഞാൻ നേരത്തെ വണ്ടിയിൽ വെച്ചിരുന്നിട്ടുണ്ട്. ആദ്യത്തെ ആക്സിഡൻ്റ് ആയപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പം അതിന് നമുക്ക് അധികം വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഒരു കൊടൈക്കനാൽ ട്രാവൽ പോയിട്ട് വന്നപ്പോൾ നമുക്കൊരു 80-90 ഒക്കെ മാക്സിമം. അതിന് പുറത്തേക്ക് നല്ല വിൻഡ് നമ്മളെ ചെസ്റ്റിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, നല്ലൊരു വലിപ്പമുണ്ട്. അപ്പോൾ ഒരു 100-ന് പുറത്തേക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെച്ച് നോക്കിയിട്ട് ഞാനൊരു അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒരു വീഡിയോയും കൂടെ ഇടാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ നമ്പർ പ്ലേറ്റിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് താഴേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു ക്ലാമ്പും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വയ്ക്കാൻ നേരം അൺബോക്സ് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. നമുക്ക് നല്ല റബ്ബർ വാഷർ ഗ്രോമറ്റ് കൊടുത്താണ് വിൻഡ് വൈസർ വന്നിരിക്കുന്നത്. അപ്പം വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കത് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ അലങ്കി ബോൾട്ടുകളും അതിൻ്റെ വാഷറുകളെല്ലാം ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അലങ്കി സാധാരണ ചില കിറ്റുകളിലൊക്കെ ആണെങ്കിൽ അത് ഫിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താണോ അതിന് വേണ്ട ടൂളും കൂടെ കൊടുത്തേക്കും. പക്ഷേ ഇതിനകത്ത് ടൂളൊന്നുമില്ല. അപ്പോൾ അലങ്കി സെറ്റ് എത്രയാണ് ഏതിൻ്റെ ആണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇതിനാണ് ഈ നമ്പർ പ്ലേറ്റ് ക്ലാമ്പ് ഓർഡർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ് കൂടെ ഓർഡർ ചെയ്തത്. ഇത് 2 സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം കേട്ടോ. അല്ലാതെ വിൻഡ് വൈസർ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ക്ലാമ്പ് കിട്ടത്തില്ല. 2 സെപ്പറേറ്റ് ഓർഡർ ചെയ്താൽ മാത്രമേ വെക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ വിൻഡ് സ്ക്രീൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ലാതായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇനി ഫിറ്റിങ്ങിലോട്ട് പോകാം. ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിവിടെ ഡ്രില്ല് വേണം. ഡ്രില്ല് വെച്ച് നമ്മൾ ഈ 2 റിവറ്റിനെയും ഡ്രില്ല് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്പർ പ്ലേറ്റിനെ ഊരി എടുക്കാൻ പറ്റൂ. ചേട്ടയുടെ ഡ്രില്ലെല്ലാം സെറ്റ് ചെയ്യണുണ്ട്. നമ്പർ പ്ലേറ്റ് ഫ്രെയിം ഊരി എടുത്തിട്ടുണ്ട്. ഇനി തട്ടിക്കളയണം. അതിന് ഇതിലെല്ലാം ഫിറ്റിങ്സ് വരുന്നത്. ഇതിൽ ഫിറ്റിങ്സ് ഈ ക്ലാമ്പ് നമ്മൾ ഇവിടുന്ന് ഈ ബ്രാക്കറ്റ് അഴിച്ചിട്ട് ഓക്കെ. റിവറ്റിനെയും ഡ്രില്ല് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊന്നും അഴിക്കേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ ലൈറ്റിൻ്റെ ക്ലാമ്പെല്ലാം അഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 2 ഡ്രില്ല് ചെയ്ത് കളഞ്ഞ് ആ ഹോളിനെ നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാമ്പ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കിറ്റിലൂടെ കിട്ടിയിട്ടുള്ള ഈ 2 ടൈപ്പ് ബുഷും അതിൻ്റെ ഈ ബോൾട്ടും അല്ലേ, നെട്ടാണ്. അപ്പോൾ ഈ നെട്ടും വെച്ചാണ് നമ്മളിതിവിടെ ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. വെച്ച് ടൈറ്റ് ചെയ്തത്. അപ്പോൾ ഇനി അത് ഫുള്ള് ടൈറ്റ് ചെയ്ത് നോർമലായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നെട്ടാ ബോൾട്ടാണ് ഈ ഒരു നെറ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഒരു ഹോളുണ്ട് നമുക്ക് കാണാം. ആ ഹോൾ വഴി ഇങ്ങനെ അകത്ത് വന്നിട്ട് ഈ ഉള്ളിൽ ഇവിടെ ആയിട്ടാണ് ടൈറ്റ്. അപ്പോൾ അതിനെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം.
ഇനി നമ്മൾ ആ ക്ലാമ്പിലോട്ട് ഇത് ആഡ് ചെയ്യണം അല്ലേ, വിൻഡ് സ്ക്രീൻ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇനി ഒരു വാഷർ ഉൾപ്പെടെയുള്ള ഈ ഒരു ബോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മളെപ്പോഴും ഈ ഇടുന്ന സാധനം ബോൾട്ടല്ലേ, അകത്തിടുന്ന സാധനം നെറ്റ്, വലിയ ബോൾട്ട് ഇട്ട് നമ്മൾ ഇവിടുന്ന് ടൈറ്റ് ചെയ്യും. അപ്പോൾ ആ നെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാഷർ ഓൾറെഡി ഉള്ള ടൈപ്പാണ് അല്ലേ, സീലിംഗ് നെറ്റ്. എന്തെന്ന് പറയുന്ന വൈബ്രേഷൻ വരാതിരിക്കാൻ വേണ്ടി ഉള്ളിൽ വൈബ്രേഷൻ വരുമ്പോൾ ഊരി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനകത്തൊരു സീല് ഉള്ള ടൈപ്പ് നെറ്റാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ 4 ഹോളിലും ഇവിടുത്തെ 2 ഹോളിലും ഇവിടെ ഈ 2 അതിലിട്ട് നമുക്കിതിനെ ഫുള്ള് ടൈറ്റ് ചെയ്യാം. ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഊരി എടുക്കണമെങ്കിൽ ഇതൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഈ 2 അല്ലെങ്കിൽ മാത്രം ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോൾ സെറ്റോട് കൂടി നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഓടിച്ച് നോക്കിയിട്ട് വൈബ്രേഷൻ ഉണ്ടോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ബിൽഡ് ക്വാളിറ്റിയൊക്കെ കൊള്ളാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി വൈബ്രേഷൻ്റെ കാര്യം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഈ പൊട്ടിക്കുന്നതാണ് നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ്. നമ്പർ പ്ലേറ്റ് താഴെ മഡ്ഗാർഡിൻ്റെ മുകളിലായിട്ട് വയ്ക്കാനുള്ള ക്ലാമ്പാണ്. പാക്കിങ്ങൊക്കെ കൊള്ളാം, പാക്കിംഗ് എല്ലാം സൂപ്പറാണ്. മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്ലാമ്പ്. ഇത് നമുക്കിങ്ങനെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിൽ നമുക്ക് നമ്പർ പ്ലേറ്റും കൂടെ പിടിപ്പിച്ച് കൊടുക്കാം. ഫ്രണ്ട് ക്ലാമ്പിൻ്റെ വില വന്നിട്ട് 299 രൂപയും ഫ്രണ്ട് വൈസറിൻ്റെ വില വന്നിട്ട് 2199 രൂപയാണ് ആയിട്ടുള്ളത്. നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഈ 2 അലങ്കി ബോൾട്ടുകൾ ഊരിയെടുക്കുകയാണ്. ഊരിയെടുത്തതിന് ശേഷം ആ ക്ലാമ്പ് നമ്മളവിടെ വെച്ചിട്ട് അതിൽ നമ്പർ പ്ലേറ്റിനെ റിവറ്റ് കൊണ്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ അതിനകത്ത് ഉറപ്പിക്കാനായിട്ട് നമ്പർ പ്ലേറ്റ് ക്ലാമ്പ് ഉറപ്പിക്കാനായിട്ട് നമുക്കൊരു വാഷറും ഒരു നെറ്റും കമ്പനി തന്നിട്ടുണ്ട്. ആ ബോൾട്ടിന് ലെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് കമ്പനി എക്സ്ട്രാ ആയിട്ട് തന്നിരിക്കുന്നത്. അതിനെ കാണിച്ചു തരാം. വളരെ ലെങ്ത് കുറഞ്ഞ ഒരു ബോൾട്ട്. അതിന് പകരമായിട്ട് നമ്മളെ കിറ്റിലൂടെ കിട്ടിയിട്ടുള്ള ഈ ബോൾട്ടിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു മെറ്റൽ സ്ലീവും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ മെറ്റൽ സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് ഈ വാഷറും കൂടെ ഇട്ട് നമ്മളതിനെ ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞുള്ള ഫൈനൽ വ്യൂ. അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ അടുത്ത വീഡിയോ മിക്കവാറും ഹോൾ എല്ലാ ആക്സസറീസും വണ്ടിയിൽ വെച്ചിരുന്ന ഫുൾ ആക്സസറീസിൻ്റെയും കൂടെ ഒരു വീഡിയോ ആയിരിക്കും, അതിൻ്റെ പ്രൈസും എല്ലാം ഉൾപ്പെടെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. അൻറ്റിൽ ദെൻ ബൈ.